ഞാൻ ആലോചിക്കരുത്, ഞാനൊരു പക്ഷേ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു മീറ്റിംഗ് ആയി മാറിയാണ്. പത്രക്കാരൊക്കെ ഓടിക്കൂടേണ്ടതാണ്. ഞാൻ വന്നുകൊണ്ടാണ് ഇതൊരു പത്രക്കാരൊക്കെ ഓടിക്കൂടും. ചാനലാണ് വരും. ഇവിടെ പോയിന്റ് കരക്ക് പോയിരുന്നിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത് സംഭാഷണമായിട്ട് മാറി, അല്ലെങ്കിൽ സൗഹൃദ സദസ്സായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നത് ഞാൻ ഉള്ളതുകൊണ്ടാണല്ലേ. അതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട്. നല്ലൊരു മുഹൂർത്തല്ലേ. അതെ, തങ്ങളുടെ അല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നമ്മൾ ജനങ്ങൾ അറിയുന്നുള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ മീറ്റിംഗാണ് ഞങ്ങൾ ടി വി കാണുന്നത്. ഈ തങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു, അതെങ്ങനെ തുടങ്ങി, അതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളൊക്കെ പാർട്ടിയായിട്ടുള്ള ബന്ധമല്ലല്ലോ, അല്ലാതെ തന്നെ അല്ല, ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ അതുപോലെ ചെറുപ്പം തന്നെ അത് ബന്ധമാണ്. ഒരു ഫാമിലിയായിട്ട് വളരെ മുമ്പ് നമ്മളെ ഫാദറിൻ്റെ അടുത്ത ആൾക്കാരിന്ന് വരെ, പിന്നെ ഗ്രാൻഡ് ഫാദർ ഫാദർ. പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളുണ്ടാവും, ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പാർട്ടി ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇതൊക്കെ തങ്ങളുടെ ഒരു അവസാന വാക്കിലെല്ലാം പരിഹരിച്ച് പോകാറുണ്ടെന്ന് അല്ലേ. എല്ലാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ചിരിച്ച് എല്ലാ പിണക്കങ്ങളും മാറ്റിയല്ല. അത് ഇതെന്താണ് ഈ ഒരു മാസ്മരികതാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും തങ്ങളെ തന്നെയാണ്, ആ കുടുംബത്തെയാണ്. അപ്പോൾ ആ പാരമ്പര്യം ജനലക്ഷങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് അവസാന വാക്ക് പിന്നെ ആവുന്നതിൻ്റെ കാരണം. അപ്പോൾ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ജനങ്ങൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അതിൻ്റെ കാരണം. അപ്പോൾ യഥാർത്ഥ ജനാധിപത്യമാണ് അവിടെ. ജനലക്ഷങ്ങളുടെ ആഗ്രഹമാണ് ആ തീരുമാനമായി അതേ അവർ അംഗീകരിക്കുള്ളൂ. അപ്പോൾ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു മെക്കാനിസം. 30 അല്ലെങ്കിൽ 32 വർഷമായിട്ട് ഇങ്ങനെ ഒരു അല്ലേ പാർട്ടി അതിലും പഴക്കമുണ്ട്, ഒരുപാട് പഴക്കമുണ്ട്. അപ്പോൾ അദ്ദേഹം തങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞാലിക്കുട്ടിയാണ്, അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞാലിക്കുട്ടി ആജി വേറെ ഉണ്ട്. ഭയങ്കര ഒരു നീണ്ട വർഷങ്ങൾ, ഒരു അറിയപ്പെടുന്ന ഒരു 300 കൊല്ലത്തെ പഴക്കമുള്ള ഹിസ്റ്ററി കുടുംബത്തിനുണ്ട്. ബാക്കിയുള്ളത് അത്ര അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാലം തൊട്ട്, ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായിരുന്നു പാണക്കാട് കുടുംബം. കാരണം എന്താ വെച്ചാൽ അവരുടെ ഭരണം, അവരുടെ വാക്കല്ല അവസാന വാക്ക്, തങ്ങൾ പറഞ്ഞാൽ അതാണ് അവസാന വാക്ക്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തൊക്കെ ഹിസ്റ്ററിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്ക് വലിയ തലവേദന ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ നാടുകടത്തിലുമൊക്കെ വന്നത്, ഗ്രാൻഡ് ഫാദറിനെ നാടുകടത്തിലൊക്കെ വന്നത്. അതുകൊണ്ടാണ് അവരുടെ ഹുക്കും, അവരുടെ ഭരണം അവസാന വാക്ക് നടപ്പിലാവില്ല നാട്ടിൽ. തങ്ങൾ പറഞ്ഞാൽ അതാണ് അവസാന വാക്ക്, അതാണ്. അങ്ങനെ ജനങ്ങൾ അക്കാലം തൊട്ട് തന്നെ അതിലൊരു ജാതമത വ്യത്യാസമില്ല അല്ലേ. ഒരു വ്യത്യാസം, സമുദായത്തിൽപ്പെട്ട ആരും ജാതി മത ഭേദമന്യേ അറിയപ്പെടുന്ന ഒരു 10-300 വർഷം തൊട്ട്, ഞാൻ 10-300 വർഷം ഏകദേശം പറയുകയാണ്. ഞാൻ മുമ്പുള്ള ചരിത്രം മൂലം എടുത്താൽ തന്നെ റിസർച്ച് ചെയ്തതിന് മുമ്പ് ഉണ്ടാവും. അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ ആ കുടുംബത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ ജനങ്ങൾ അവസാന വാക്കായി കണക്കാക്കുന്നത് അവിടെയാണ്. അത് രാഷ്ട്രീയമല്ല അന്നൊന്നും, അവനവൻ്റെ കാര്യത്തിന്. അതായത് അവരുടെ കുടുംബ വിഷയം, അവരുടെ കല്യാണം, അവരുടെ മരണം, അവരുടെ ബാക്കിയുള്ള വിഷയങ്ങൾ, മാലില് പള്ളി, ഇനി അതുമല്ല നാട്ടിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മധ്യസ്ഥത, അതിൽ തർക്കങ്ങളായാലും അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഇത് വളരെ ഹിസ്റ്റോറിക്കലാണ്. ഞങ്ങളുടെ ഈ തീരുമാനം ഇങ്ങനെ വരുന്ന ഒരു വളരെ ഹിസ്റ്റോറിക്കൽ, അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. മുനികൾക്ക് എനിക്ക് തോന്നുന്നു ഓർമ്മ നോക്കുമ്പോൾ മുതലേ കണ്ടു കാണും അല്ലേ. തങ്ങളുടെ ഫാദർ പാണക്കാട് പൂക്കോയത്തങ്ങൾ മുതലുള്ള ബന്ധമാണ് വാപ്പയായിട്ടുള്ള ബന്ധം. അത് കഴിഞ്ഞ് വാപ്പയും തങ്ങളും തങ്ങളെ കുടുംബത്തോടുള്ള ബന്ധം, അത് വളരെ അതേപോലെ തങ്ങൾ പിന്നെ വളരെ ചെറുപ്പത്തിലാണ് പാർട്ടിയുടെ ഇത്രയും വലിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ബാപ്പജിത്തങ്ങളുടെ കാലശേഷമാണ് പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റ് ആകുന്നത്. പക്ഷേ അതിനു മുമ്പും പൂക്കോയത്തങ്ങൾ എല്ലാം സജീവമായിട്ടുണ്ട്. ലീഗ് 5 സീറ്റ് മലബാറിൽ മദ്രാസ് അസംബ്ലിയിലേക്ക് ജയിക്കുന്നത് പൂക്കോയത്തങ്ങൾ തങ്ങളുടെ പിതാവ് ലീഗ് ചേരുമ്പോഴാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൂക്കോയത്തങ്ങൾ ലീഗ് ചേർന്നപ്പോൾ ജനലക്ഷങ്ങൾ ലീഗിലേക്ക് കൂടെ ചേർന്നു. അപ്പോഴാണ് ഒരു വ്യത്യസ്തമായ ചിത്രം ലീഗിനുണ്ടാകും കേരളത്തിൽ. അന്ന് മലബാർ മദ്രാസ് അസംബ്ലിയുടെ ഭാഗമാണ്. അപ്പോഴാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ലീഡർഷിപ്പ് കൊടുത്ത് ബാപ്പജിത്തങ്ങളാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി പൂക്കോയത്തങ്ങളുടെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ട്. അതാണ് അടിത്തറ.
അതാണ് ബേസ് എപ്പോഴും ഉണ്ട്. അല്ല, ഈ രണ്ടുപേരും അധികാര സ്ഥാനത്തിരുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ആൾ, അല്ലെങ്കിൽ ഇത്രയും ആളുകളെ ഒരു വാക്കിൽ നിർത്താൻ കഴിവുള്ള ആൾ എന്താണ് ഒരു അധികാര സ്ഥാനം മോഹിക്കാത്തത്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ? എന്ത് സ്ഥാനമാണ് മനസ്സിൽ ആഗ്രഹമുള്ളതെന്ന് അറിഞ്ഞാൽ പോലും കൊണ്ടു കൊടുക്കാൻ അല്ലേ എല്ലാവരും? മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കിങ് മേക്കറാണ് എപ്പോഴും ആ കുടുംബം. കിങ് മേക്കേഴ്സ്, അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള എല്ലാവരെയും ഉണ്ടാക്കിയത് ആ കുടുംബമാണ്. അപ്പോൾ അവരെന്നും ഒരു രാജാവിനേക്കാൾ ശക്തിയുള്ള കുടുംബമായിട്ട് നിന്നിട്ടുണ്ട്. എന്നും അതുകൊണ്ടാണ് ആ ശക്തിയിൽ നിൽക്കുന്നത്.